അവിയലിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. അവിയലിൽ നമുക്ക് ഒരുവിധം എല്ലാ പച്ചക്കറികളും ചേർക്കാം. എന്നാലും പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ കഴിവതും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഒന്ന് വെള്ളമയം പോലെ ആവും. അപ്പോൾ അത് ചേർക്കാതിരിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. എല്ലാ കഷ്ണങ്ങളും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പുളിക്ക് ആവശ്യത്തിനായിട്ട് നമുക്ക് ഒന്നുകിൽ തക്കാളിയോ അല്ലെങ്കിൽ പച്ചമാങ്ങയോ അതും അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് തൈര്, പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ ഒരു പച്ചത്തക്കാളി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയിലേക്ക് പച്ചമുളക്, കൊച്ചുള്ളി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, 1-2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ അതിനകത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ അരപ്പിൽ മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ചേർക്കാവുള്ളൂ. ഒരു വിസിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഗ്യാസിലൊന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. എന്നിട്ടൊരു ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവിയുടെ ബാക്ക് സൈഡ് കൊണ്ടോ ആ പിടി വരുന്ന ഭാഗം കൊണ്ടോ നമുക്ക് കഷ്ണം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇത് നന്നായിട്ട് ആ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിനകത്തിലേക്ക് പച്ച വെളിച്ചെണ്ണയും ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം.